അൽ അക്സയ്ക്ക് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിൽ ഇസ്ലാമിക ലോകത്തിന്റെ പിന്തുണ അനിവാര്യമാണെന്ന് വ്യക്തമാക്കി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ. ദോഹയിൽ നടക്കുന്ന ആഗോള മുസ്ലിം പണ്ഡിത സഭാ സമ്മേളനത്തിന്റെ ഫലസ്തീൻ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൂട്ടക്കൊലകളും വംശീയ ഉന്മൂലനവുമായി ഗസയിൽ ഇസ്രായേൽ തേർവാഴ്ച നടത്തിയിട്ടും ലക്ഷ്യം നേടുന്നതിൽ ശത്രുക്കൾ പരാജിതരായെന്ന് 100 ദിവസത്തിലേക്ക് നീളുന്ന യുദ്ധം സാക്ഷ്യപ്പെടുത്തുകയാണ്. അവരുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാനായിട്ടില്ല. ഇപ്പോൾ പുറത്തു പറയുന്ന കണക്കുകളിലും എത്രയോ ഇരട്ടിയാണ് അധിനിവേശ സേനയുടെ നാശങ്ങൾ. എയർ ബ്രിഡ്ജ് തൊട്ടും ആയുധങ്ങളും യുദ്ധക്കപ്പലുകളുമായി വിദേശ രാജ്യങ്ങൾ അധിനിവേശ സേനയ്ക്ക് പിന്തുണ നൽകുകയാണ്. എന്നാൽ അൽ അക്സയ്ക്കും ഫലസ്തീൻ ഭൂമിക്കുമായി ചെറുത്തുനിൽപ്പ് നടത്തുന്ന പ്രതിരോധ സേനയ്ക്കും ലോക സമൂഹത്തിന്റെ പിന്തുണ വേണം, ഇസ്മായിൽ ഹനിയ പറഞ്ഞു. 3 മാസത്തിലേറെ പിന്നിട്ട യുദ്ധത്തിൽ ആൾനാശവും മറ്റും ഒരുപാടുണ്ടെങ്കിലും ഫലസ്തീനുകളുടെ ചെറുത്തുനിൽപ്പ് വിജയം കാണുമെന്നും അദ്ദേഹം വിശ്വാസം പ്രകടിപ്പിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ മനുഷ്യരാശിക്കെതിരായ യുദ്ധമാണ് ഗസയിൽ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ തെൽ അവീവിൽ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക നേതാക്കളുമായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ചർച്ച നടത്തി. ഗസയിലെ സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കണം, വടക്കൻ ഗസയിലേക്ക് ജനങ്ങൾക്ക് മടങ്ങാനുള്ള സാധ്യതയും സൗകര്യങ്ങളും പരിശോധിക്കാൻ UN സംഘത്തെ ചുമതലപ്പെടുത്തുമെന്നും ഇസ്രായേൽ നേതാക്കളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ബ്ലിങ്കൻ പറഞ്ഞു. ഫലസ്തീൻ അതോറിറ്റിയെ വിശ്വാസത്തിലെടുക്കണമെന്നും ഇസ്രായേലിനോട് ബ്ലിങ്കൻ ആവശ്യപ്പെട്ടു. ഭക്ഷണവും വെള്ളവും മരുന്നും തടസ്സമൊന്നും കൂടാതെ ഗസയിലെത്തണം. UN ദൗത്യ സംഘത്തിന് വടക്കൻ ഗസയിൽ പ്രവർത്തിക്കാനുള്ള അനുമതി നൽകുമെന്ന് ഇസ്രായേൽ അറിയിച്ചതായും ബ്ലിങ്കൻ പറഞ്ഞു. ജനങ്ങൾക്ക് വടക്കൻ ഗസയിലേക്ക് മടങ്ങാനുള്ള സാധ്യത UN സംഘം തീരുമാനിക്കും. ഇറാനുമേൽ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി ആക്രമണങ്ങളിൽ നിന്ന് ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. ഗസയിലെ യുദ്ധം അനിശ്ചിതമായി നീളരുതെന്ന് ഇസ്രായേലിനോട് അമേരിക്ക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആക്രമണം ലഘൂകരിക്കാൻ ഇസ്രായേലിനോട് താൻ ആവശ്യപ്പെട്ടു വരികയാണെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോഴും ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേൽ കരയാക്രമണം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂറിനിടെ 126 പേരാണ് കൊല്ലപ്പെട്ടത്. ഇതോടെ ഗസയിൽ മരിച്ച ഫലസ്തീനുകളുടെ എണ്ണം 23,210 ആയി. 59,167 പേർക്ക് പരിക്കുണ്ട്. നിരവധി ഹമാസ് പോരാളികളെ കൊലപ്പെടുത്തിയതായും ആയുധങ്ങളും ഭൂഗർഭ അറകളും കണ്ടെത്തിയതായും ഇസ്രായേൽ സേന അവകാശപ്പെട്ടു. ഗസയിലേക്ക് സഹായ വസ്തുക്കൾ എത്തുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് ഇസ്രായേലി ബന്ദികളുടെ ബന്ധുക്കൾ കരീം ശാലം അതിർത്തിയിൽ പ്രതിഷേധിച്ചു. അതേസമയം ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾക്കായി ഉന്നതതല ഇസ്രായേലി പ്രതിനിധി സംഘം കൈറോയിൽ എത്തിയതായി ടൈംസ് ഓഫ് ഇസ്രായേൽ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു.